ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കൂലേ, ആ അട ഉപയോഗിച്ച് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിന് ഒരു അര കവർ അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിൽ ഒരു 1/2 ലിറ്ററോളം വെള്ളം ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അട വെള്ളം തിളച്ചതിന് ശേഷം ചേർത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ ഒരു അരിപ്പിൽ നമുക്ക് വെള്ളം വാർത്തങ്ങ് എടുക്കാം കേട്ടോ. അട ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. നമുക്ക് ഇനി വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മല്ലിയില, പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളകാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുട്ട, 1-2 മുട്ട എടുക്കാം കേട്ടോ. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ. 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഈ മുട്ട ഓംലേറ്റ് ആക്കി നമുക്ക് എടുക്കാം കേട്ടോ. അതിൽ കുരുമുളകും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് ദോശക്കല്ലിൽ ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കാം. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. കുഞ്ഞു കഷ്ണമായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ വഴറ്റണം. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തക്കാളി ചേർക്കണം. നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി കൂടി നമുക്ക് ചേർക്കണം. നന്നായിട്ട് വഴറ്റണേ. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ, അതുകൂടെ ചേർത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതാണ് നമ്മൾ ചേർക്കേണ്ടത്. ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ പിന്നീട് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നല്ലോ അട, അത് കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ ശകലം ഉപ്പ് കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ചേർക്കണേ. ഇതിൻ്റെ കൂടെ 1/2 നാരങ്ങ കൂടെ ഞാൻ പിഴിഞ്ഞ് നീര് ചേർത്തിട്ടുണ്ട്. നമ്മൾ മുട്ട ഓംലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ചേർക്കുക. മല്ലിയിലയും കൂടെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇത് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.